ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹിയെ വിളിക്കുന്ന മോഹിനി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തണുത്ത പായസം കുടിച്ചിട്ടാണെന്ന് തോന്നുന്നു. കാരണം മോൾക്ക് മനം പുരട്ടലും നല്ല ഛർദിലും ആയിരുന്നെന്നും മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്നും പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് മഹി. അവൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല അമ്മേ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മഹി അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. തുടർന്ന് കരുണയുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് വിഷമിക്കുന്ന മഹിയോട് സ്വന്തം അനിയത്തി ആശുപത്രിയിലാണെന്നറിഞ്ഞപ്പോൾ തൻ്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുന്നു. നേരെ മറിച്ച് താനാണ് ആശുപത്രിയിലായതെങ്കിൽ കരുണ ഇപ്പോൾ കൈകൊട്ടി ചിരിച്ചേനെ. മഞ്ജുവും വിവാഹത്തിന് മുൻപ് തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ട് വിവാഹം കഴിച്ചിട്ടും അവൾക്ക് സ്വസ്ഥമായിട്ടുള്ള ഒരു കുടുംബജീവിതം കിട്ടാത്തത്. നിരപരാധികളെ വേദനിപ്പിക്കുന്നത് ആരായാലും അതിന് കാരണക്കാരായവർക്ക് തക്ക തിരിച്ചടി എന്നായാലും കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് കാണിക്കുന്നത് സാഗർ ജാമ്യത്തിൽ ഇറങ്ങുന്നതാണ്. നീ കാരണം തോമസ് സാറാണ് കുഴപ്പത്തിലായത് എന്ന് അനന്ത് പറയുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് പറയാൻ, ഞാനല്ല ആ കഞ്ചാവ് കാറിൽ കൊണ്ടുവച്ചത്. ഇതിനെല്ലാം പുറകിൽ കളിച്ചിരിക്കുന്നത് ആ മേഘനാണ്. എന്നെയും മഞ്ജുവിനെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് കാണുമ്പോഴൊക്കെ അവൻ വെല്ലുവിളി മുഴക്കിയിരുന്നു എന്ന് സാഗർ പറയുമ്പോൾ, പോലീസിനേക്കാൾ കാര്യക്ഷമമായി ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഞാൻ അവരുമായിട്ട് ഒന്ന് ഇറങ്ങാൻ പോവുകയാണ്, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്ന് മാർക്കോ പറയുന്നുണ്ട് സാഗറിനോട്. പിന്നീട് കണ്ണൻ വന്ന് സാഗറിന് ജാമ്യം കിട്ടിയ കാര്യം മഹിയെ അറിയിക്കുന്നു. അത് കേട്ടുകൊണ്ട് വരുന്ന ദുർഗയാണെങ്കിൽ, നീ പറഞ്ഞിട്ടില്ലേ നിന്റെ കൂട്ടുകാരൻ അവനെ ഇറക്കിയതെന്ന്, ഒരു തല്ലിപ്പൊളിക്ക് ജാമ്യം എടുത്തു കൊടുത്തതെന്ന് ദുർഗ ചോദിക്കുമ്പോൾ, മേഘൻ്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന അമ്മയ്ക്ക് എങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നു? സ്വന്തം മോളെ കരയിച്ചവൻ എത്ര അടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞാലും ഒരമ്മയ്ക്കും അങ്ങനെ ഒരുത്തനെ ഇഷ്ടമാവില്ല എന്ന് പറയുമ്പോൾ, മേഘനെതിരെ ഓരോ കള്ളങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് ഇവളാണെന്ന് ദുർഗ മഹാലക്ഷ്മിയെ കുറ്റം ആരോപിച്ച് പറയുമ്പോൾ, അപ്പോൾ മേഘന് മാനസയിൽ ജനിച്ച കുട്ടിയോ? അതും ഇയാൾ ഉണ്ടാക്കിയതാണോ? കോടതി പോലും അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സാഗറിനെ ഇറക്കാനായിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. സാഗറിൻ്റെ സ്ഥാനത്ത് മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ അവർ രണ്ടുപേരെയും ഇവിടെ വിളിച്ചു വരുത്തി ഞങ്ങൾ വിരുന്നു കൊടുത്തേനെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ ദുർഗയുടെ വായടപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കരുണയുടെ വിവരമൊന്നും അറിയാതെ മുത്തശ്ശി ആദ്യം പിടിച്ചിരിക്കുകയാണ്. ഇതേ സമയം മോഹിനി വന്നിട്ട് പ്രതാപേട്ടൻ എങ്ങാനും വിളിച്ചു അമ്മയെന്ന് ചോദിക്കുമ്പോൾ മോഹിനിയുടെ നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് കുത്തുവാക്കുകൾ പറയുകയാണ് മുത്തശ്ശി ചെയ്യുന്നത്. ഇതേ സമയം പ്രതാപൻ വരുന്നു. എന്നിട്ട് കരുണമോൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പക്ഷേ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അലസിപ്പോയി എന്ന് പ്രതാപൻ ആ ഞെട്ടിക്കുന്ന സത്യം മടിച്ച് മുത്തശ്ശിയെ അറിയിക്കുന്നുണ്ട്. അത് കേട്ട് സമനില തെറ്റിയതുപോലെ അലറി വിളിച്ച് കരയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പക്ഷെ അതിനും പഴി കേൾക്കേണ്ടി വരുന്നത് മോഹിനി തന്നെയാണ്. ആ ഒരു ദേഷ്യവും വിഷമവും എല്ലാം മുത്തശ്ശി മോഹിനിയുടെ നേരെയാണ് തീർക്കുന്നത്. അപ്പോൾ സഹിത കേട്ട് മോഹിനിയും പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് ഇങ്ങനെയൊരു ദുർവിധി ഉണ്ടാകാനായിട്ട് കാരണം, അതിന് ഉത്തരവാദികൾ നിങ്ങൾ രണ്ടുപേരും ആണെന്ന് തന്നെ മോഹിനി പറയുന്നുണ്ട് കേട്ടോ. ശേഷം എന്തൊരു ഗ്രഹപ്പിഴയാ പ്രതാപ ഇതെന്ന് പറഞ്ഞുകൊണ്ട് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയാണ് മുത്തശ്ശി. പ്രതാപനാണെങ്കിൽ ബോധം തെളിയുമ്പോൾ മോളോട് ഇത് എങ്ങനെ പറയും എന്നാലോചിച്ച് വിഷമിക്കുന്നു. പിന്നീട് സാഗർ വീട്ടിലെത്താണ്. അപ്പോൾ സാഗറിനെ കാണുന്നത് മഞ്ജു ഓടി ചെല്ലുന്നുണ്ട്. അനന്തവും മാർക്കോയും വന്ന് സ്റ്റേഷനിൽ നിന്നും എന്നെ ജാമ്യത്തിൽ ഇറക്കി എന്ന് സാഗർ പറയുന്നത് കേട്ട് മഞ്ജുവിന് സന്തോഷമാവുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്നും ഓടിപ്പോയിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് എന്താ മഞ്ജുവിന് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ? ഞാൻ തെറ്റ് ചെയ്തു എന്നാണോ മഞ്ജു കരുതുന്നത് എന്ന് സാഗർ ചോദിക്കുമ്പോൾ, അതല്ല സാഗരേട്ടൻ ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിലല്ലേ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇനി കോടതിയിൽ സാഗരേട്ടൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജയിലിലേക്ക് പോകേണ്ടി വരില്ലേ എന്ന് മഞ്ജു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ, മാർക്കോ അവനറിയാവുന്ന ഫ്രണ്ട്സിനോട് ചോദിച്ച് ഇതിൻ്റെ പുറകിലുള്ള സത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു മഞ്ജു. മേഘന് അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെ മാർക്കോ കൊടുത്തിരിക്കും. അതുകൊണ്ട് മഞ്ജു ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ മഞ്ജുവിനെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം പ്രതാപ എന്ന് പറയുമ്പോൾ, മോൾക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല അമ്മയെന്ന് പ്രതാപൻ പറയുന്നുണ്ടെങ്കിലും ഉണ്ണിമോനെ എനിക്കൊന്ന് കണ്ട് ആശ്വസിപ്പിക്കണമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് അവർ രണ്ടുപേരും കൂടി ആശുപത്രിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ, ഞാനും വരട്ടെ പ്രതാപേട്ട എന്ന് മോഹിനി ചോദിക്കുമ്പോൾ, നീയും നിൻ്റെ മോളും കൂടി പ്രാർത്ഥിച്ച് എൻ്റെ മോളുടെ വയറ്റിൽ കിടന്നിരുന്ന കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോയി. ഇനി എൻ്റെ മോളുടെ ശരീരത്തിൽ അല്പം ജീവൻ ബാക്കിയുണ്ട്. നീ അങ്ങോട്ട് വന്നിട്ട് ഇനി അതുകൂടി ഇല്ലാതാക്കണ്ട എന്ന് പ്രതാപനും, ഇവളെ നീ അങ്ങ് കൊന്നുകള പ്രതാപ, എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അതോടെ തീരുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മോഹിനിയെ വീണ്ടും ദുഷ്ടത്തരം പറയുകയാണ് കേട്ടോ മുത്തശ്ശി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ വന്നിട്ട് ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്,
ആ കുട്ടിയുടെ നില വളരെ സീരിയസ് ആണെന്നും മാരകമായിട്ടുള്ള എന്തോ ഒരു വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. ഒരു പക്ഷേ ആ കുട്ടിക്ക് ഇനി ഒരു അമ്മയാകാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. അത്രത്തോളം ആന്തരാവയവങ്ങൾ മുഴുവൻ നശിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം ഉണ്ണിയെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഡോക്ടറുടെ വാക്കുകളിൽ നിന്ന് തന്നെ വിഷം ഉള്ളിൽ ചെന്നിരിക്കുന്നത് കരുണയുടെ ശരീരത്തിലാണ് എന്നുള്ള സത്യം ഉണ്ണി മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനും മുത്തശ്ശിയും ഹോസ്പിറ്റലിൽ എത്തുന്നു. അപ്പോൾ അവർ വരുന്നതും ഉണ്ണിയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരെ അറിയിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മളെല്ലാവരും കരുതിയതുപോലെ വിഷപ്പായസം കുടിച്ചിരിക്കുന്നത് അവരല്ല, കരുണയാണ് ആ വിഷപ്പായസം കുടിച്ചിരിക്കുന്നത്. കാരണം മാരകമായിട്ടുള്ള വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. കരുണ ഈ അവസ്ഥയിലായതും അങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യം ഉണ്ണി അവരെ അറിയിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, ആ വിഷം തന്നപ്പോൾ തന്നെ അയാൾ പറഞ്ഞതാണ് അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഡോക്ടർമാർക്ക് പോലും കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവാത്തതമ്മേ. നിങ്ങൾ രണ്ടുപേരും ചേർന്നല്ലേ ആ പായസത്തിൽ വിഷം ചേർത്തതെന്ന് ചോദിക്കുമ്പോൾ, അതേ പ്രതാപ, അവിടെ വരെ നമുക്ക് ഒരു പാകപ്പിഴയും സംഭവിച്ചിട്ടില്ല. ഞാൻ അയാളെ ചെന്ന് കണ്ട് ആ മറുമരുന്ന് വാങ്ങിക്കൊണ്ട് വന്നാലോ എന്ന് ചോദിക്കുമ്പോൾ, മോൾ ഇത്രയും സീരിയസ് ആയിട്ട് കിടക്കുന്ന സ്ഥിതിക്ക് ഇനി ആ മറുമരുന്ന് കൊണ്ടും പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ മോളുടെ ശരീരത്തിൽ വിഷം ചെന്നിട്ടാണ് മോൾക്ക് ഈ അവസ്ഥ ഉണ്ടായതെന്നുള്ള കാര്യം നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. അത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ആപത്ത് എന്ന് പ്രതാപൻ ഉണ്ണിയോടും മുത്തശ്ശിയോടും പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പായസം കുടിച്ചിട്ടാണ് തണുത്ത പായസം കുടിച്ചിട്ടാണ് മോൾ ഈ അവസ്ഥയിലായത് എന്നായി എല്ലാവരും കരുതാവൂ. അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ചിലപ്പോൾ പോലീസ് കേസ് വരെ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അതിനുശേഷം കാണിക്കുന്നത് മോഹിനി മഹിയെ വിളിച്ച് കരുണയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ആ ദുരന്തത്തെക്കുറിച്ച് മഹിയെ അറിയിക്കുന്നു. പോയി മോളെ, കുഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി പൊട്ടിക്കരയുമ്പോൾ അത് കേട്ട് തകർന്ന് തരിപ്പണാവുന്നുണ്ട് കേട്ടോ മഹി. എന്നാലും ദൈവം അവളോട് ഇത്രയ്ക്ക് ക്രൂരത കാണിച്ചല്ലോ. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പായസം കുടിച്ചതുകൊണ്ട് കുഞ്ഞു പോകാനും മാത്രം എന്താ അമ്മ ഉണ്ടായതെന്ന് മഹി ചോദിക്കുമ്പോൾ, അതാ മോളെ എനിക്കും മനസ്സിലാകാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് മോഹിനി. അമ്മ എന്തായാലും വിഷമിക്കാതിരിക്കുക, ഞാൻ അമ്മയെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മഹി ഫോൺ കട്ട് ചെയ്യുന്നു. തുടർന്ന് മഹി കരുണയുടെ അവസ്ഥയെക്കുറിച്ച്, കരുണയ്ക്ക് സംഭവിച്ച ആ ദുരന്തത്തെക്കുറിച്ച് കണ്ണനോട് പറയുന്നുണ്ടെങ്കിലും കണ്ണൻ അത് നിസ്സാരമട്ടിൽ തള്ളിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ മഹി ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ കേട്ടിട്ടും കണ്ണേട്ടന് ഒന്നും തോന്നുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, അവനവൻ്റെ കർമ്മഫലത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല മഹി. തനിക്കൊരു കുഞ്ഞ് ഉണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എന്തൊരു അഹങ്കാരമായിരുന്നു തൻ്റെ അനിയത്തിക്ക്. തന്നെ അമ്മയാകാൻ ഭാഗ്യമില്ലാത്തവൾ എന്ന് പറഞ്ഞ് എത്ര തവണ കുത്തി വേദനിപ്പിച്ചു. കാലം ഒന്നിനും തിരിച്ചടി കൊടുക്കാതെ പോയിട്ടില്ല എന്നും മഹി എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ടെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു പാവം കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് വേണമായിരുന്നു ദൈവത്തിൻ്റെ ശിക്ഷ നടപ്പാക്കാൻ. ഞാൻ എന്തായാലും ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവുക, കണ്ണേട്ടനും എൻ്റെ കൂടെ വരണമെന്ന് മഹി പറയുമ്പോൾ, ശരി, ഇനി വിവരമറിഞ്ഞിട്ട് ചെന്നില്ലെങ്കിൽ പിന്നെ ചെല്ലാത്തതിന് ആരും പിന്നീട് കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും മഹിയോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ഹോസ്പിറ്റലിൽ എത്തുന്നു. അവരെ കാണുന്നതും പ്രതാപനും മുത്തശ്ശിക്കും ഉണ്ണിക്കും ആണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കാൻ തന്നെ, ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാവുകയാണ്. കാരണം ജീവിതത്തിൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു തോൽവി തന്നെയാണ് അവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ശേഷം കരുണ എവിടെ ഉണ്ണിയെന്ന് മഹി ചോദിക്കുമ്പോൾ അവൾക്ക് ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല, ICUവിൽ വെന്റിലേറ്ററിലാണ് എന്നുള്ള കരുണയുടെ അവസ്ഥയെക്കുറിച്ചും ഉണ്ണി മഹിയോടായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് നീയും നിൻ്റെ അമ്മയും കൂടി പ്രാർത്ഥിച്ചാണ് എൻ്റെ കുഞ്ഞിന് ഈ ഗതി വന്നത് എന്ന് മുത്തശ്ശി വീണ്ടും കുത്തുവാക്കുകൾ കൊണ്ട് മഹിയെ വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അതിന് ഇയാളല്ല, നിങ്ങളെല്ലാവരും കൂടി ചെയ്തു കൂട്ടിയതിൻ്റെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് കണ്ണൻ തക്ക മറുപടി തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഞങ്ങൾ എന്തായാലും ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് മഹി പറയുമ്പോൾ, ഡോക്ടറിൽ നിന്നും കരുണയുടെ ഉള്ളിൽ ചെന്നിരിക്കുന്ന വിഷമാണ് അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് കണ്ണനും മഹിയും മനസ്സിലാക്കിയാലോ എന്ന് പേടിച്ച് പ്രതാപനും മുത്തശ്ശിയും അത് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും, ഞങ്ങൾ ഡോക്ടറെ കാണുന്നതിൽ നിങ്ങൾ എന്തിനു ഇത്ര ഭയപ്പെടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ അവരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ കണ്ണനും മഹിയും കൂടി ഡോക്ടറെ ചെന്ന് കാണുന്നു. തുടർന്ന് ഡോക്ടർ കരുണയുടെ അവസ്ഥയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കണ്ണനോടും മഹിയോടും പറയുന്നുണ്ട്. മാരകമായിട്ടുള്ള ഒരു വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട്, അത് പായസത്തിലൂടെയാണ് ശരീരത്തിൽ എത്തിയിരിക്കുന്നതെന്നും അതാണ് കുഞ്ഞ് അലസിപ്പോകാൻ കാരണമായത് എന്നും ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഞെട്ടിക്കുന്ന സത്യം അവർ ഡോക്ടറിൽ നിന്ന് തന്നെ അറിയുന്നുണ്ട് കണ്ണനും മഹിയും. അപ്പോൾ അതിൽ നിന്ന് തന്നെ അത് മഹാലക്ഷ്മിക്കും കണ്ണനും വേണ്ടി ഒരുക്കിയിരുന്ന അന്ന് പിറന്നാൾ ദിവസം അരങ്ങേറിയ ആ ഒരു ഞെട്ടിക്കുന്ന ക്രൂരതയുടെ ഒരു ചുരുൾ അവിടെ അവർക്കൊരു സംശയം തോന്നുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിക്കും. അത് അവർക്കുള്ളൊരു കെണിയായിരുന്നു എന്നുള്ള കാര്യം.
അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു നല്ല എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്